ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഈ ഒരു ക്ലൈമറ്റ് കണ്ടു കഴിഞ്ഞാൽ ഇന്നലെ രാത്രി നല്ല തകർത്ത് മഴയായിരുന്നെന്ന് ആരെങ്കിലും പറയുമോ? അതിന് മഴയായിരുന്നു ഇന്നലെ രാത്രി മൊത്തം. പക്ഷേ ഈ ഒരു അന്തരീക്ഷം കണ്ടു കഴിഞ്ഞാൽ ഇന്നലെ പോയിട്ട് ഈ ഒരു അടുത്ത ആഴ്ചയിലൊരു മഴ പെയ്തൊരു പ്രതീതി പോലും ഇല്ല. അങ്ങനെയാണ് ഇപ്പോഴത്തെ കാലാവസ്ഥയുടെ അവസ്ഥ. അപ്പോൾ ഓൾമോസ്റ്റ് പ്രിലിംസിൻ്റെയൊക്കെ എല്ലാ റിസൾട്ടും തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ലാബ് അസിസ്റ്റൻറ്റിൻ്റെ ഞാൻ എറണാകുളമാണ് അപ്ലൈ ചെയ്തിരുന്നത്. അപ്പോൾ എറണാകുളത്തിൻ്റെ പ്രിലിംസിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നത് ഞാൻ അറിഞ്ഞില്ല സത്യത്തിൽ. വെറുതെ ഒന്ന് ജസ്റ്റ് പ്രൊഫൈൽ ഇന്നലെ കയറി നോക്കിയപ്പോഴേക്കുമാണ് ഇത് വന്ന് കിടക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചത്. അങ്ങനെയാണ് പോയിട്ട് PDF കാര്യങ്ങളും എടുത്ത് നോക്കിയപ്പോൾ എറണാകുളത്തിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്ന കാര്യം ഞാൻ അറിഞ്ഞത് തന്നെ. അതുമാത്രമല്ല, ഈ 21-ാം തീയതി സെക്രട്ടേറിയറ്റ് OAയുടെ എക്സാം ഉണ്ട്. അത് കഴിഞ്ഞ് 24-ാം തീയതിയിട്ട് നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ പ്രിലിംസ് എക്സാം ഉണ്ട്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് സ്റ്റേജിലാണ് എക്സാം വന്നേക്കുന്നത്. സാധാരണ എനിക്ക് സെക്കൻഡ് ഇപ്പോൾ 3ഉം 4ഉം സ്റ്റേജായിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവസാനത്തോ അതിന് മുന്നേയൊക്കെയാണ് എനിക്ക് സാധാരണ എക്സാം വരുന്നത്. അപ്പോൾ ഞാനും പ്രതീക്ഷ ഇത്തവണ എനിക്ക് സെക്കൻഡ് സ്റ്റേജോ വല്ലതൊക്കെ ആയിരിക്കുമെന്നാണ്. പക്ഷേ എനിക്ക് ഫസ്റ്റ് സ്റ്റേജ് തന്നെയാണ് വന്നത്. ആദ്യ സംഭവമാണ് എനിക്കൊരു എക്സാം നടന്നിട്ട് ആദ്യത്തെ സ്റ്റേജിൽ തന്നെ എക്സാം വരുന്നത്. ഇപ്പോൾ കണ്ണടച്ച് തുറക്കുമ്പോൾ നമുക്ക് എല്ലാ എക്സാമും അങ്ങ് വരും. ജൂൺ 21-ാം തീയതിയാണ് ലാബ് അസിസ്റ്റൻറ്റിൻ്റെ എക്സാം നടക്കുന്നത്. അത് കഴിഞ്ഞ് ജൂലൈ ആകുമ്പോഴേക്കും നമ്മളുടെ WCP അതുപോലെ തന്നെ ഫയർ വുമൻ്റെ അങ്ങനെ പിന്നെ അതുകൂടാതെ സെയിൽസ് അസിസ്റ്റൻ്റ് ഗ്രേഡ് 2 എന്ന് പറഞ്ഞിട്ടൊരു എക്സാം കൂടിയുണ്ട്. അത് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ആവുന്ന ഒരു പോസ്റ്റാണ്. ഇപ്പോൾ നിലവിൽ PSC പുതിയൊരു അപ്ഡേഷൻ കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ കൺഫർമേഷൻ കൊടുക്കാൻ സൈറ്റിൽ കയറുമ്പോഴേക്കും നമ്മുടെ പ്രൊഫൈലിൽ കയറുമ്പോഴേക്കും എന്നാണ് എക്സാം എന്ന് നമുക്ക് അതിലെ ഡേറ്റ് കൂടി അവർ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതെന്തായാലും വളരെയേറെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമുക്ക് എക്സാം ഇന്ന ദിവസമാണെന്ന് അറിഞ്ഞുകൊണ്ട് നമുക്ക് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാമല്ലോ. മുന്നേ എന്ന് പറഞ്ഞാൽ കൺഫർമേഷൻ കൊടുത്ത് പിന്നെയും കുറേ കഴിഞ്ഞിട്ടാണ് എക്സാം ഡേറ്റും കാര്യങ്ങളും. ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് നമുക്ക് മെസ്സേജ് വരുമ്പോഴാണല്ലോ എന്നാണ് ഡേറ്റ് എന്ന് നമ്മൾ അറിയുന്നത്. അപ്പോൾ ഈ ഒരു അപ്ഡേഷൻ എനിക്ക് തോന്നുന്നു വളരെ ഉപകാരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഞാൻ സമയം കളയുന്നില്ല. ഇപ്പോൾ ഒരുപാട് എക്സാംസൊക്കെ നമ്മുടെ കൺമുന്നിൽ വരികയാണ്. കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും എക്സാം വരും. വേഗം തന്നെ അതിൻ്റെ വാല്യുവേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഷോർട്ട് ലിസ്റ്റ് അതുപോലെ തന്നെ മെയിൻ ലിസ്റ്റ് കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമുക്ക് നല്ലപോലെ അവസരങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ലക്ഷ്യത്തിലെത്തേണ്ടത് അത്യാവശ്യമാണെന്നൊക്കെ വിചാരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ സമയങ്ങളൊക്കെ വളരെയേറെ ഉപയോഗപ്പെടുത്തുക. ഇപ്പം നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഈ ഒരു എക്സാമിന് വേണ്ടി മാത്രമുള്ളതല്ല. ഇനി വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻസും എക്സാംസിനൊക്കെ ഒരു അഡീഷണൽ ബോണസ് എന്ന രീതിയിലാണ് നമ്മളുടെ പ്രിപ്പറേഷൻ ഇനി മുന്നോട്ട് പോകേണ്ടത്. കാരണം വളരെ സീരിയസ് ആയിട്ട് പഠിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇനി നമ്മുടെ മുന്നോട്ട് വരുന്നതും. ഇപ്പോൾ കമ്പനി ബോർഡ് LGS കമ്പനി ബോർഡ് അസിസ്റ്റൻ്റൊക്കെ പഠിക്കുക അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുമ്പോൾ ചെറിയ രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് കാര്യമില്ല. കാരണം വളരെ കുറച്ച് ആളുകളെ എഴുതുന്നുള്ളെങ്കിലും അല്ലെങ്കിൽ മുന്നത്തെ അപേക്ഷിച്ച് ആപ്ലിക്കേഷൻസിൻ്റെ എണ്ണം കുറവാണെങ്കിൽ കൂടി കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് വളരെ മികച്ചതാണ്. ഇപ്പോൾ 10 പേര് എക്സാം എഴുതുന്നുള്ളെങ്കിൽ ആ 10 പേരും നന്നായിട്ട് പഠിക്കുന്നവരായിരിക്കും. അങ്ങനെയാണ് ഇപ്പോൾ എക്സാംസിൻ്റെ അല്ലെങ്കിൽ കാര്യങ്ങളുടെയൊക്കെ ഒരു പോക്കെന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ എത്ര പേര് അപ്ലൈ ചെയ്തു എന്ന് നോക്കേണ്ട കാര്യമില്ല. നമ്മളുടെ ഭാഗം നമ്മൾ വൃത്തിയായിട്ട് ചെയ്യുക, നല്ലപോലെ പഠിക്കുക. പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ കറണ്ട് അഫേഴ്സിനെ പറ്റി എല്ലാവരും ചോദിച്ചപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റ് സെക്ഷനിൽ വൊക്കാബ്സ് പീഡിയന് ആ ചാനൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളതൊക്കെ ആ ചാനൽ ഫോളോ ചെയ്തെന്ന് വിചാരിക്കുന്നു. ആവശ്യമുള്ളവരൊക്കെ അതിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രിൻറ്റും അല്ലെങ്കിൽ PDF കാര്യങ്ങളൊക്കെ ഉപയോഗപ്രദമാകുന്ന രീതിയിൽ എടുത്തു എന്നൊക്കെ വിചാരിക്കുന്നു. ഈ ലാബ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന എക്സാം ജില്ലാതലത്തിലുള്ള ഒരു എക്സാം ആണെങ്കിൽ കൂടി അത്യാവശ്യം നല്ല കട്ട് ഓഫും അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ വളരെ കുറച്ച് ആൾക്കാരൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തയ്യാറാക്കുന്ന ഒരു റാങ്ക് ലിസ്റ്റ് തന്നെയാണ്. കഴിഞ്ഞ മുന്നത്തെ ഒരു റാങ്ക് ലിസ്റ്റിൽ ഏകദേശം 83 സംതിങ് ആയിരുന്നു അതിൻ്റെ മെയിൻ ലിസ്റ്റിൽ പെടാനുള്ള നമ്മുടെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും കോമ്പറ്റീഷൻ കൂടിയ സ്ഥിതിക്ക് നമ്മൾ അതിൽ താഴത്തോട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. കാരണം അത്രത്തോളം കോമ്പറ്റീഷൻ ആണല്ലോ ഇപ്പോൾ. പോരാത്തതിന് എറണാകുളം ഡിസ്ട്രിക്റ്റ് കൂടി ആയതുകൊണ്ട്. അപ്പോൾ മുന്നിൽ എത്ര ദിവസങ്ങളുണ്ടെന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ഉള്ള ദിവസം നല്ലപോലെ വിനിയോഗിക്കുക എന്നൊരു കർത്തവ്യം മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. സ്റ്റഡി പ്ലാൻ എങ്ങനെ തയ്യാറാക്കി പഠിക്കും എന്നൊക്കെ ആശങ്കയിൽ ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. കമ്മ്യൂണിറ്റിയിൽ എല്ലാ ദിവസവും നമ്മൾ ഒരു നമുക്ക് പഠിച്ചു പോകാൻ പറ്റുന്ന ഒരുപാട് ഓവർലോഡ് അല്ലാത്ത ഒരു സ്റ്റഡി പ്ലാൻ ഇടുന്നുണ്ട്. അപ്പം ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്റ്റഡി പ്ലാൻ വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആ മെത്തേഡ് ഫോളോ ചെയ്യാവുന്നതാണ്. ഇനി വരാൻ പോകുന്ന ഒരു എക്സാമിൽ അത്യാവശ്യം നിങ്ങൾക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ട് തന്നെ ഒരു എക്സാം ഒരു കോൺഫിഡൻസിൽ എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ കറണ്ട് അഫേഴ്സ് അതിൽ ഞാൻ ഇടാത്ത എന്താണെന്ന് വെച്ചാൽ കറണ്ട് അഫേഴ്സിൻ്റെ ഇടുമെന്ന് ഞാനൊരു കമൻറ്റ് കണ്ടിരുന്നു. കറണ്ട് അഫേഴ്സ് ഇടാത്ത എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേരുടെ കയ്യിൽ കറണ്ട് അഫേഴ്സിൻ്റെ പ്രിൻറ്റോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ വൊക്കാബ്സ് പീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള ചാനൽ കൂടി മെൻഷൻ ചെയ്തത്. അപ്പോൾ ആ ചാനൽ ഫോളോ ചെയ്തിട്ട് അതിൽ നിന്ന് കറണ്ട് അഫേഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറണ്ട് അഫേഴ്സ് കൂടി ഇതിൽ അപ്ഡേറ്റ് ചെയ്ത് പോകുമ്പോൾ അതും കൂടി നമുക്ക് പഠിച്ചു പോകാവുന്നതാണ്. ഇപ്പോഴത്തെ ചൂടെന്ന് പറഞ്ഞാൽ സഹിക്കാൻ വയ്യാത്ത ചൂടാണ്. അതുകൊണ്ട് പഠിച്ച് മടുത്തുകൊണ്ട് എന്തെങ്കിലും കുറച്ച് കൂളായിട്ട് അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ട് എന്തെങ്കിലും ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഓർഡർ ചെയ്തതാണ്. ഇപ്പോൾ ഞാൻ ഡെയിലി റൊട്ടീനിൽ ഉൾപ്പെടുത്തിയേക്കുന്ന മറ്റൊരു കാര്യമാണ് ഡിഗ്രി ലെവൽ എക്സാംസിന് അതായത് വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതിനാൽ ട്രിക്ടേൺ എന്ന് പറയുന്ന ചാനലിൽ
ജെറിൻ സാറ് മാത്സിൻ്റെ ഓരോ പ്ലേലിസ്റ്റും കാര്യം തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പം ഞാനത് ഓരോ ദിവസവും ഓരോ വീഡിയോസ് അറ്റൻഡ് ചെയ്യാൻ വളരെയേറെ ശ്രമിക്കാറുണ്ട്, മാക്സിമം ശ്രമിക്കാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ ചില വീഡിയോസ് എന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ ഡ്യൂറേഷൻ ഉണ്ടാകും, ചിലത് 1 മണിക്കൂർ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ 1 മണിക്കൂർ ഡ്യൂറേഷനിലുള്ളതാണെന്നുണ്ടെങ്കിൽ ഞാൻ മാക്സിമം അത് കംപ്ലീറ്റ് ചെയ്തിട്ടേ എണീക്കാറുള്ളൂ പഠിക്കാനിരുന്നാൽ. 2 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഒരേ ഇരിപ്പ് ഇരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ട് ഇടയ്ക്ക് കുറച്ചൊരു ഗ്യാപ്പ് എടുത്തിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. എന്നാലും ഞാൻ ഓരോ ദിവസവും ഓരോ വീഡിയോസ് വീതം കണ്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് എഴുതിയെടുക്കാറുണ്ട്. ഞാൻ മാത്സ് പഠിച്ചതെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് തന്നെ ഈ ചാനൽ കണ്ടപ്പോൾ ആ ചാനലിൻ്റെ ആദ്യം ഇട്ടിരുന്ന പോർഷൻ തൊട്ടിട്ട് ഞാൻ നോട്ട് പ്രിപ്പയർ ചെയ്തെടുത്ത് തന്നെയാണ് മാത്സിന് ഒരു ബേസ് ഉണ്ടാക്കിയെടുത്തത്. ഇപ്പം ഞാൻ കുറച്ച് ദിവസമായുള്ളൂ മാത്സിൻ്റെ ഈ ഡിഗ്രി ലെവൽ എക്സാംസിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് മാത്സിന് വേണ്ടിയിട്ട് തുടങ്ങിയിട്ട്. അപ്പോൾ ഒരു പുതിയ നോട്ട്ബുക്ക് വാങ്ങിച്ചിട്ട് ഒന്നേം തുടങ്ങി ആദ്യം തൊട്ടിടാൻ തുടങ്ങിയ വീഡിയോസും കാര്യങ്ങളൊക്കെ നോട്ടായിട്ട് എഴുതിയെടുത്ത് അത് കൂടുതലും പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തന്നെയാണ് അതിൽ വർക്കൗട്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഡിഗ്രി ലെവൽ എക്സാമിന് മാത്രമല്ല വരാൻ പോകുന്ന എല്ലാ എക്സാംസിനും നമുക്കത് യൂസ്ഫുള്ളായിരിക്കും. മാത്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രിക്റ്റാണെന്ന് പറഞ്ഞ ചാനലിൽ വ്യൂവർ ആണെന്നുണ്ടെങ്കിൽ മാത്സ് നമ്മൾ സേഫ് ആണെന്ന് തന്നെ പറയാൻ കാരണം അത്രത്തോളം എഫേർട്ട് ഇട്ടിട്ടാണ് സാർ. ഇപ്പം ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും തന്നെ സാറിനെ അറിയാവുന്നതാണ്. ട്രിക്റ്റാണെന്ന് പറയുന്ന ചാനലും പരിചിതമാണ്. അപ്പോൾ മാത്സിന് നിങ്ങൾ പുറകാണ് അല്ലെങ്കിൽ കുറച്ചുകൂടി മുന്നോട്ട് കയറി വരണമെന്നുണ്ടെങ്കിൽ വേറെ ഒരു ഓപ്ഷനും നോക്കണ്ട, സാറിൻ്റെ ചാനൽ മാത്രം ഫോളോ ചെയ്താൽ മതി. അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് സാർ നമുക്ക് ഓരോ നോട്ടും പ്രിപ്പയർ ചെയ്ത് തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ചാനൽ പോയി എന്തായാലും ഫോളോ ചെയ്യാവുന്നതാണ്. ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരേ ഇരിപ്പിരുന്ന് നിങ്ങളെ നോട്ട് കംപ്ലീറ്റ് ചെയ്യണമെന്നല്ല പറയുന്നത്, കിട്ടുന്ന സമയമൊക്കെ കുറേശ്ശെ എഴുതിയെടുത്ത് നോട്ട് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഏതൊക്കെ ചാനലുകളാണ് നിങ്ങൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഞാൻ ഫോളോ ചെയ്യുന്ന ഏതൊക്കെ ചാനലുകളാണ് വളരെ ഉപകാരപ്രദമായിട്ടുള്ള കുറച്ച് നമുക്ക് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ചാനൽസ് ഉണ്ട്, അതൊക്കെ ഏതാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. അതോടൊപ്പം ലാബ് അസിസ്റ്റൻറ്റിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ജില്ലകളുടെയും ഷോർട്ട് ലിസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പ്രിലിംസിൻ്റെ. അപ്പോൾ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രൊഫൈലിൽ കയറി നോക്കുക, അപ്പോൾ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും. വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മെയിൻ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക, ഇപ്പോഴേ തുടങ്ങിക്കൊള്ളുക. സമയം ഇപ്പോൾ അതിക്രമിച്ച് കഴിഞ്ഞു. അപ്പോൾ എത്രയും വേഗം ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു സ്റ്റഡി റൊട്ടീനും സ്റ്റഡി മെത്തേഡൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുക. ഇനി വരുന്ന എക്സാംസൊക്കെ നമ്മൾ ക്രാക്ക് ചെയ്യും എന്ന മെൻറ്റാലിറ്റിയോട് കൂടി തന്നെ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.